വെൽക്കം ടു മാർക്കറ്റ് അനാലിസിസ് വീഡിയോ. ഇന്ന് നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ മാർക്കറ്റ് നിഫ്റ്റിയിൽ എങ്ങനെയാണോ ചാർട്ടിന്റെ ഒരു മൂവ്മെന്റ് ഉണ്ടായത്, ഓൾമോസ്റ്റ് സെയിം പാറ്റേൺ തന്നെയാണ് ഇന്നും മാർക്കറ്റിൽ ക്രിയേറ്റ് ആയിട്ടുള്ളത്. സോ ഇന്നലെ നോക്കുകയാണെങ്കിൽ 24,350 ഓപ്പൺ ചെയ്തിട്ട് അവിടെ നിന്നാണ് ഒരു സെല്ലിംഗ് നമുക്ക് കാണാൻ പറ്റിയത്. ഇന്നും മാർക്കറ്റ് ആ ഒരു ലെവലിൽ തന്നെ ഷാർപ്പായിട്ട് റിവേഴ്സലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ 52,500 നല്ലൊരു റിജക്ഷൻ ക്യാൻഡിൽ ഇന്ന് ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ മാർക്കറ്റ് ഒരു വലിയ ഗ്യാപ്പ് അപ്പിൽ മഹാരാഷ്ട്ര ഇലക്ഷന്റെ ശേഷം ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞ 2 ദിവസം ഒരു റേഞ്ചിനകത്തുള്ള ഒരു മൂവ്മെന്റ് ആണ്. അതും റേഞ്ചിനകത്ത് ഒരു ബിയറിഷ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ എനിവേ, ഇന്നത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു FIA ബൈയിങ് സൈഡിലേക്ക് മാറിയിട്ടുണ്ട്. സോ ഇന്നും FIA ബൈയിങ്ങിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്, പക്ഷെ DIA ഇപ്പോൾ സെല്ലിങ്ങിലേക്ക് മാറിയിട്ടുണ്ട്. സോ എനിവേ, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിഫ്റ്റി 24,350 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നത് മാത്രമേ നമുക്കൊരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു കൺഫർമേഷൻ കിട്ടുകയുള്ളൂ. കഴിഞ്ഞ വീക്കിലി അനാലിസിസ് വീഡിയോയിൽ നമ്മൾ വെച്ച ടാർഗറ്റ് ഈ വീക്കിലി 24,500 മുകളിൽ മാർക്കറ്റ് ഈ മന്ത്ലി എക്സ്പയറി ഡേ ആണ്. ഇനി 2 ദിവസം കൂടി ഉള്ളൂ, വ്യാഴാഴ്ച എക്സ്പയറി ഡേ ആണ്. സോ അതിനുള്ളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. സോ നമുക്കത് കൺഫേം ആവണമെങ്കിൽ 24,350 എന്നുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവലിൽ കടന്നിട്ട് പോയാൽ മാത്രമേ നമുക്കത് കൺഫേം ആക്കാൻ പറ്റൂ. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു റെസിസ്റ്റന്റ് എന്നാണ് ഇന്നൊരു റിജക്ഷൻ ക്യാൻഡിൽ ക്രിയേറ്റ് ആയിട്ടുള്ളത്. സോ അവിടെ നിന്ന് വീണ്ടും റിവേഴ്സ് ആവുകയാണെങ്കിൽ നല്ലൊരു റിവേഴ്സിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. സോ എനിവേ, നമുക്ക് നോക്കാം നാളത്തെ മാർക്കറ്റ്. നാളെ ബാങ്ക് നിഫ്റ്റിയുടെ മന്ത്ലി എക്സ്പയറി ഡേ ആണ്. ബാങ്ക് നിഫ്റ്റി വീക്ക്ലി എക്സ്പയറി ഡേ കഴിഞ്ഞിട്ട് ഫസ്റ്റ് മന്ത്ലി എക്സ്പയറി ഡേ ആണിത്. സോ ഇന്ന് ബാങ്ക് നിഫ്റ്റി വലിയൊരു മൂവ്മെന്റ് ഒന്നും കാണിച്ചില്ല. സോ നാളെ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ ദിവസവും 2 ദിവസമായിട്ട് മാർക്കറ്റിൽ ഒരു മൂവ്മെന്റ് ഇല്ലായിരുന്നു. സോ നാളെ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ നല്ലൊരു മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു. എനിവേ, നമുക്ക് ചാർട്ടും കൂടി നോക്കാം, എന്തൊക്കെ കാര്യങ്ങളാണ് നാളത്തെ മാർക്കറ്റിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. അതുപോലെ ട്രേഡിങ്ങിന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നോക്കാം. സോ വെൽക്കം ടു മാർക്കറ്റ് അനാലിസിസ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് നിഫ്റ്റിയുടെ ചാർട്ടാണ്. സോ നമുക്കറിയാം ഫ്രൈഡേ ഒരു സ്ട്രോങ് ബൈയിങ്ങിൽ മാർക്കറ്റ് ക്ലോസ് ആയിട്ട് അതിന് ശേഷം വന്ന് മഹാരാഷ്ട്ര ഇലക്ഷനിൽ വന്നിട്ട് ഒരു നല്ലൊരു ഗ്യാപ്പ് അപ്പിൽ മാർക്കറ്റ് ഇവിടെ ഒരു വലിയൊരു ഗ്യാപ്പ് ക്രിയേറ്റ് ആയിട്ട് ഇവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുള്ളത്. സോ അതിനുശേഷം മാർക്കറ്റ് ഈ ഒരു ലെവൽ, ഇതാണ് 24,350 എന്നുള്ള ലെവൽ, ഇവിടെ നിന്ന് മാർക്കറ്റ് നല്ലൊരു സെല്ലിംഗ് ആണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് മാർക്കറ്റ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഈ ഒരു റേഞ്ചിന്റെ അകത്തേക്ക് തന്നെയാണ് മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് 24,200 24,350 ഈ ഒരു റേഞ്ചിനകത്ത് കഴിഞ്ഞ 2 ദിവസമായിട്ട് മാർക്കറ്റ് ട്രേഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ വീക്കിലി ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലെവൽ, അതായത് 24,550. സോ മാർക്കറ്റ് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ വീക്കിലി ഈ ഒരു എക്സ്പെക്ടേഷൻ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റൂ. അതല്ലെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ലോവർ ലെവൽ വീണ്ടും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനും കൂടിയുള്ള പോസിബിലിറ്റി ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ എനിവേ, നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടും കൂടി ഒന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലെവൽസ് നിന്ന് ബാങ്ക് നിഫ്റ്റി ഫസ്റ്റ് ഇവിടെ നിന്നൊരു റിജക്ഷൻ, വീണ്ടും മാർക്കറ്റ് ആ ലെവലിലേക്ക് തിരിച്ചു വന്നു, വീണ്ടും അവിടുന്ന് റിജക്ഷൻ, വീണ്ടും അവിടത്തേക്ക് തന്നെ തിരിച്ചു പോയി, വീണ്ടും റിജക്ഷൻ, വീണ്ടും അവിടെ റിവേഴ്സ് ആയിട്ട്, വീണ്ടും അവിടെ നിന്ന് നല്ലൊരു ഷാർപ്പ് റിജക്ഷൻ, വീണ്ടും അവിടത്തേക്ക് എത്തിയിട്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെഡ് ക്യാൻഡിലാണ് ഇന്ന് ക്രിയേറ്റ് ആയിട്ടുള്ളത്. സോ ഇത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ഇനിയും ഒരു സെല്ലിംഗ് സൈഡ് പോകാനുള്ള എക്സ്പെക്ടേഷൻ ആണ് നമുക്ക് വെക്കാൻ പറ്റുക. കാരണം ഇത്രയും വലിയൊരു റിജക്ഷൻ ക്യാൻഡിൽ ഇവിടെ ക്രിയേറ്റ് ആയതുകൊണ്ട് തന്നെ ഇത് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് നമുക്ക് ഒരു സെല്ലിങ്ങിലേക്ക് പോകുമോ, അല്ലെങ്കിൽ നാളത്തെ ക്യാൻഡിൽ ഇവിടെയൊക്കെ ഓപ്പൺ ചെയ്ത് ഒരു ഗ്യാപ്പ് അപ്പിലൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു നല്ലൊരു സ്ട്രോങ് ആയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ക്യാൻഡിൽ ക്രിയേറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് ഒരു ബൈയിങ് മൂവ്മെന്റ് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. സോ എനിവേ, നമുക്ക് നാളെ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ഡേ ആണ്. സോ ബാങ്ക് നിഫ്റ്റി നമ്മൾ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, ഇങ്ങനെയുള്ള സമയങ്ങൾ, അതായത് എക്സ്പയറി ഡേയിൽ നമുക്ക് ഈ ഒരു ബ്രേക്ക്ഔട്ട് ക്യാൻഡിൽ കിട്ടുകയാണ്, നല്ലൊരു മൂവ്മെന്റ് ആയിട്ട് നാളെ ബൈയിങ് സൈഡിലേക്ക് നമുക്ക് കിട്ടുക. അത് നമ്മൾ കൺഫേം ചെയ്യുക. കാരണം ചിലപ്പോൾ ഈ ഒരു ബ്രേക്ക്ഔട്ട് നടക്കുകയാണെങ്കിൽ നാളെ നല്ലൊരു ബൈയിങ് മൂവ്മെന്റ് നമുക്ക്
ബാങ്ക് നിഫ്റ്റിയിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. സോ അതൊന്ന് ശ്രദ്ധിക്കുക. കാരണം നാളെ എക്സ്പയറി ഡേ ആണ്, അതും കൂടി നിങ്ങൾ മനസ്സിൽ വെക്കണം. ഇൻ കേസ് നാളത്തെ ഒരു എക്സ്പയറി ഡേയിൽ നിങ്ങൾക്ക് നല്ലൊരു ബ്രേക്ക് ഔട്ട് ഇവിടെ മോർണിംഗിൽ തന്ന് മാർക്കറ്റ് ഒരു ബൈങ് മൂവ്മെന്റ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു മൂവ്മെന്റ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി നമുക്ക് നോക്കാനുള്ളത്. ഇനി നമുക്ക് 5 മിനിറ്റ് ക്യാൻഡിലും കൂടി നോക്കിയിട്ട് നാളത്തെ ട്രേഡ് പ്ലാൻ എങ്ങനെയെന്ന് നോക്കാം. സോ ഇവിടെ നിഫ്റ്റിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് മാർക്കറ്റ് ഷാർപ്പായിട്ട് സെല്ലിംഗ് വന്നു. 24,140 സപ്പോർട്ട് എടുത്തു, മാർക്കറ്റ് റിവേഴ്സ് ആയി, വീണ്ടും ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്തത്, വീണ്ടും സെല്ലിംഗിലേക്ക് വന്നു. ഈ ഇന്നലത്തെ ആ ഒരു ലെവലിൽ തന്നെ വീണ്ടും റിവേഴ്സ് ആയിട്ട് മാർക്കറ്റ് 24,200 താഴെയാണ് ക്ലോസ് ആയിട്ടുള്ളത്. സോ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ ട്രേഡ് ഇന്ന് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ട്രേഡ് പറഞ്ഞത്, മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തിട്ട് നല്ലൊരു സെല്ലിംഗിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു വീക്ക്നെസ് കാണുകയാണെങ്കിൽ ഇവിടെ ഒരു സെല്ലിംഗ് സൈഡ് ഓപ്പർച്യൂണിറ്റി നോക്കാം. ഈ ഒരു ഗ്യാപ്പിന്റെ ബോർഡർ, അതായത് ഇവിടെ ഇതൊരു ഗ്യാപ്പാണ്, ഇതിനും താഴെയുള്ളത് ആ ഒരു ബോർഡർ വരെ എക്സാക്ട്ലി അങ്ങനെ ഒരു മൂവ്മെന്റ് തന്നെ ഇന്ന് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ഇനി നാളെ നമുക്ക് നോക്കാനുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ട്രേഡ് എന്ന് വെച്ചാൽ, മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും ഈ ലെവലിലേക്ക് വന്ന് ഇവിടെ നിന്ന് മാർക്കറ്റ് വീക്ക്നെസ് കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് സെല്ലിംഗ് സൈഡിലേക്കുള്ള പ്ലാന്, അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്ലാൻ ആയിട്ട് നമുക്ക് കാണാം. ഇനി അതെല്ലാം മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിലൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ലെവലിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് അപ്സൈഡിലേക്കുള്ള ഒരു മൂവ്മെന്റ് തരികയാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും ഒരു നല്ലൊരു ബൈയിങ്ങിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് മാർക്കറ്റ് ഈ ലെവൽ വീണ്ടും ടെസ്റ്റ് ചെയ്യുന്നുണ്ടോ. കാരണം ഈ ലെവൽ മാർക്കറ്റ് ഓൾറെഡി ഇവിടെ ഒന്ന് ടെസ്റ്റ് ചെയ്തു, വീണ്ടും ഇവിടെ വന്നു, ഇനിയും ഇങ്ങോട്ടേക്ക് വന്ന് മാർക്കറ്റ് വീക്ക് ആവുകയാണ്. അതായത് മാർക്കറ്റ് വന്നിട്ട് ഉടനെ റിവേഴ്സ് ആവുന്നുണ്ടെങ്കിൽ നമുക്ക് അത് അവോയ്ഡ് ചെയ്യാം. അതല്ല, മാർക്കറ്റ് വന്നിട്ട് ഇവിടുന്ന് ചെറിയ ബൈയിങ് ഒക്കെ കാണിച്ചിട്ട് വീണ്ടും ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെല്ലിംഗ് സൈഡ് നോക്കാവുന്നതാണ്. സോ ഇതാണ് നിഫ്റ്റിയിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ട്രേഡ് എന്ന് പറയുന്നത്. പിന്നെ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ, ബാങ്ക് നിഫ്റ്റി നമ്മൾ ഇന്ന് പറഞ്ഞ പോലെ ഒരു ഗ്യാപ്പ് അപ്പിലൊക്കെ ഓപ്പൺ ചെയ്തിട്ട്, നാളെ ഗ്യാപ്പ് അപ്പിലൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ലെവലിന്റെ മുകളിലൊക്കെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ബൈയിങ് മൂവ്മെന്റ് നാളെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. സോ അത് ശ്രദ്ധിക്കുക. കാരണം നാളെ ഈ ഒരു ലെവൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവലാണ്. നമ്മൾ ഡെയിലി ക്യാൻഡിൽ നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഈ ഒരു ലെവൽ ഇമ്പോർട്ടന്റ് ലെവലാണ്. ഇത് ബ്രേക്ക് ഔട്ട് നാളെ തരികയാണെങ്കിൽ നമുക്ക് നല്ലൊരു ബൈയിങ്ങിലേക്ക് നോക്കാൻ പറ്റും. ഇനി അതല്ല, നാളെ ഇവിടെ ക്ലോസ് ചെയ്യുകയാണ്, ഈവൻ നാളെ ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് ചെറിയൊരു ബൈയിങ് തന്നെ ഇവിടെ ക്ലോസ് ചെയ്യാൻ നമുക്ക് ഫ്രൈഡേയും കൂടി എക്സ്പെക്ട് ചെയ്യാൻ പറ്റും നല്ലൊരു ബ്രേക്ക് ഔട്ട്. ഇനി അതല്ല, മാർക്കറ്റ് ഗ്യാപ്പ് ഡൗണിലൊക്കെ ഓപ്പൺ ചെയ്ത് വീണ്ടും ഈ ഒരു ലെവലിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നിന്ന് വീക്ക്നെസ് കാണുക, നമുക്ക് നിഫ്റ്റിയിൽ പറഞ്ഞ പോലെ സെല്ലിംഗ് സൈഡൊക്കെയാണ് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയും. ഇന്ന് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നല്ലൊരു സെല്ലിംഗ് തന്നതിന് ശേഷം മാർക്കറ്റ് വലിയ മൂവ്മെന്റ് ഒന്നും കാണിച്ചില്ല, പിന്നെ ഒരു സൈഡ് വൈസ് മാർക്കറ്റാണ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. സോ എനിവേ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽസ് എന്ന് പറയുന്നത് 52,500 ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലെവൽ. അവിടെ നിന്നാണ് മാർക്കറ്റ് ഒരുപാട് പ്രാവശ്യം റിജക്ഷൻ കാണിച്ചിട്ടുള്ളത്. അതുപോലെയുള്ള ലെവലാണ് 51,940 എന്ന് പറയുന്നത്. സോ ഈ ലെവൽസിൽ ശ്രദ്ധിക്കുക, കാരണം മാർക്കറ്റ് ഒരു റേഞ്ചിനകത്താണ് ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. എനിവേ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റിനെ കുറിച്ച് പറയാനുള്ളത്. നാളത്തെ ബാങ്ക് നിഫ്റ്റിയിലെ മന്ത്ലി എക്സ്പയറി ഡേ ആണ്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. നിഫ്റ്റിയിലാണെങ്കിൽ മറ്റന്നാളാണ്. എനിവേ നമുക്ക് നോക്കാം മാർക്കറ്റ് ഏതൊക്കെ രീതിയിൽ പോകാനുള്ള സാധ്യതയുണ്ട്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.